ജഡ്ജസ് ചോയ്സിലാണ് അടുത്ത മത്സരാർത്ഥി പെർഫോം ചെയ്യാൻ വരുന്നത്. അപ്പൊ അടുത്ത മത്സരാർത്ഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ആതിര PT. ഈ പ്രാവശ്യം പെർഫോം ചെയ്യാൻ പോകുന്നത് ജഡ്ജസ് ചോയ്സ് റൗണ്ടിലാണ്. അതിനുവേണ്ടി കുറച്ച് സോങ്സ് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എല്ലാം എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഏത് സോങ്ങാണ് കിട്ടുകയെന്ന് അറിയില്ല, അത് സ്റ്റേജിലെത്തുമ്പോൾ അറിയുള്ളൂ. എന്നാലും നന്നായി പാടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിരാ ജഡ്ജസ് ചോയ്സ് ആണ് റൗണ്ട്. ഓക്കെ, അപ്പോ ബോക്സസ് 1 2 3 4 5 5 ബോക്സുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 5 ബോക്സിൽ നിന്ന് ഒരു ബോക്സ് സെലക്ട് ചെയ്തോളൂ. ഏത് നമ്പർ വേണം? 3. പ്ലീസ് ഓപ്പൺ ബോക്സ് നമ്പർ 3. ഇത് വല്ലാത്ത പണി. അത്ര വലിയ പണിയൊന്നും ആയിരിക്കില്ല, ഒരു ചെറിയ പണിയായിരിക്കും. അപ്പോ പണി എന്താണ്? ഇത് വല്ലാത്ത പണി. ഇലക്ഷൻ പ്രചരണം നടത്തുക. മ്യൂസിക്കൽ വൈഫിന്റെ സ്ഥാനാർത്ഥി മഞ്ജരിയെ വിജയിപ്പിക്കുക. നമ്മുടെ ചിഹ്നം ബ്രെഡ് ഓംപ്ലേറ്റ്. മഞ്ജരി ബ്രെഡ് ഓംപ്ലേറ്റ് കൊതിച്ചാണെന്നുള്ളത് ലോകം മൊത്തം അറിഞ്ഞിരിക്കുകയാണ്. ഒരു സാധനം കൂടി ഉണ്ട്, നൂഡിൽസ്. അടുത്ത ഇലക്ഷന് നമുക്ക് നൂഡിൽസ് വെക്കാം. ഇപ്പൊ എന്തായാലും ബ്രെഡ് ഓംപ്ലേറ്റ് ആണ് നമ്മുടെ ചിഹ്നം. മഞ്ജരിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി. മഞ്ജരിയെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം. കുറച്ച് ടഫാണ്, എന്നാലും വിജയിപ്പിക്കണം. ഓക്കെ, അപ്പൊ തുടങ്ങിക്കോളൂ. പ്രചരണമാണ് നടത്തേണ്ടത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ പുതിയ സ്ഥാനാർത്ഥി മഞ്ജരി ചേച്ചി. മഞ്ജരി ചേച്ചിയുടെ ചിഹ്നം, നമ്മുടെ ചിഹ്നം ബ്രെഡ് ഓംപ്ലേറ്റ്. ഗസൽ രംഗത്ത്, ഹിന്ദുസ്ഥാനി രംഗത്ത് ശബ്ദമാധുര്യം കൊണ്ട് നമ്മുടെ ഹൃദയം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മഞ്ജരി ചേച്ചിയെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ എതിർ സ്ഥാനാർത്ഥി മധു ബാലകൃഷ്ണൻ എന്ന ഗായകനാണ്. എന്നാലും നമ്മുടെ വോട്ടുകൾ മഞ്ജരി ചേച്ചിക്ക് തന്നെ കൊടുക്കുക എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ചിഹ്നം ബ്രെഡ് ഓംപ്ലേറ്റ്. മഞ്ജരി ചേച്ചി വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫിനാലെ നമുക്കൊരു ഫുഡ് ഫെസ്റ്റ് തന്നെ ആരംഭിക്കാം. നമ്മുടെ ചിഹ്നം ബ്രെഡ് ഓംപ്ലേറ്റ്. ഓംപ്ലേറ്റ് ബ്രെഡ് അല്ല, ബ്രെഡ് ഓംപ്ലേറ്റ്. അതിനെ പൊളിച്ചടുക്കി. വല്ലാത്ത പണി വിജയിച്ചിരിക്കുന്നു. അതെ. അപ്പൊ എന്തായാലും ഒരു ബോക്സ് കൂടി സെലക്ട് ചെയ്തോളൂ. 2. ബോക്സ് നമ്പർ 2. ഓക്കെ, പ്ലീസ് ഓപ്പൺ ബോക്സ് നമ്പർ 2. ഈ പാട്ട് മനസ്സിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും മനസ്സിൽ വിചാരിച്ച ഒരു പാട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നന്നായി പാട്ട് പാടുക, ആ ഗോൾഡൻ സൈഡ് നേടിയെടുക്കുക. ഓക്കെ, താങ്ക് യു.
musical vibe. And make up finally. Oh, musical vibe. അതിരാ ഇലക്ഷൻ പ്രചരണമൊക്കെ നടത്തി നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിച്ചോ? സ്ഥാനാർത്ഥിയുടെ മനസ്സിൽ കയറി പറ്റിയോ? അത് സ്ഥാനാർത്ഥി പറയട്ടെ. ഓഹോ അത് ശരി. അപ്പൊ മഞ്ജരി, ഞാൻ ചോദിച്ചിട്ട് ഒന്നും വിട്ടു പറയുന്നില്ല. അപ്പൊ മഞ്ജരി തന്നെ പറഞ്ഞോളൂ. പിന്നെ വിജയിപ്പിച്ചോ എന്നൊക്കെയുള്ളത് നമുക്ക് പിന്നെ ആലോചിക്കാം. എന്തേ? പക്ഷെ പാടിയത് അസലായി പാടി. ലാസ്റ്റ് ഒരു ടു മാത്രമാണ് ചേരാതായിട്ട് എനിക്ക് തോന്നിയത്. ഇത് ഗംഭീരായിരുന്നു, ഒന്നും പറയാനില്ല. ഇലക്ഷൻ പ്രചരണം കൂടി കഴിഞ്ഞപ്പോ ഞാൻ ഒന്നും കൂടി കൂളായി. അതാണ് നിങ്ങൾക്ക് ഈ ടാസ്ക് ഒക്കെ തരുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ട്. നമ്മുടെ ചിഹ്നം ബ്രെഡ് ഓംലേറ്റ്. അപ്പൊ എതിർ സ്ഥാനാർത്ഥി എന്ത് പറയുന്നു കേൾക്കാം. മതിച്ചേട്ടാ, സ്ഥാനാർത്ഥി അല്ല മതിച്ചേട്ടന്റെ ചിഹ്നം ഏതായിരിക്കും? മഞ്ജരി? ജിമിക്കി കമ്മൽ. മതിച്ചേട്ടന്റെ ചിഹ്നം ജിമിക്കി. ജിമിക്ക് ശരിയായില്ല. ജിമിക്ക് ശരിയായി. എല്ലാരും ജിമിക്കിയാ നോക്കണേ. മതിച്ചേട്ടാ, എന്തായാലും ഏതെങ്കിലും ചിഹ്നം ആവട്ടെ. പാട്ടിലേക്ക് കടക്കാം. പാട്ടിലോട്ട് കിടക്കാം. അസലായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. വളരെ നല്ല സെലക്ഷൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ 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 നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. ഓൺലി ഫ്യൂ മൈന്യൂട്ട് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോ ആ മൈന്യൂട്ട് പ്രോബ്ലംസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ആ ഗോൾഡൻ ബസർ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കായിരുന്നു. ഗോൾഡൻ ബസറിലേക്കാണോ ഈ പോകുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് കാലോടച്ചത്. ജസ്റ്റ് മിസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ശരി, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. കനിഹ? ആതിര PT. ഫസ്റ്റ് ആതിര സ്റ്റേജ് വന്നപ്പോൾ ഐ വാസ് ഷോക്ക്ഡ്. ആതിരക്ക് എന്ന വയസ്സ് அப்படின்னு. സോ അപ്പോൾ ഞാൻ ഞെട്ടി. പിന്നെ ആ പ്രചാരം ചെയ്തപ്പോൾ വീണ്ടും ഞെട്ടി. ആഫ്റ്റർ യു സാങ് യു ഹാവ് മൈ ഹാർട്ട്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. നല്ല ഒരു മെലഡി, നന്നായി പാടി. ഓൺ ദ ഹോൾ ആതിര ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. ചക്രക്കുട്ടി മിടുമിടുക്കിയായിട്ട് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സിംഗർ എന്നുള്ള നിലയിലും ഒക്കെ ഇങ്ങനെ മിടുക്കിയായിട്ട് അങ്ങനെ അങ്ങനെ ഹൈറ്റ്സിൽ മെയിൻറ്റെയിൻ ചെയ്യാണ് കേട്ടോ. കീപ് ഗോയിങ്, അങ്ങനെ മിടുക്കിയായിട്ട് പോട്ടെ. പിന്നെ ക്രൗൺ ഒക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോ ആ ഒരു സന്തോഷത്തിൽ ഞാനും മഞ്ജരിയും കൂടി 2 ഗാനങ്ങൾ ആതിര പിടിക്കായി സമർപ്പിക്കുക. ഓ, അപ്പോ അടുത്തതായി മധു മഞ്ജരിയുടെ 2 ഗാനങ്ങൾ. वक्त के हाथों में सबकी तकदीरें हैं, वक्त के हाथों में सबकी तकदीरें हैं, आईना झूठा है सच्ची तस्वीरें हैं, जहाँ दर्द है वही गीत है, जहाँ प्यास है वही मीत है, कोई ना जाने मगर जीने की यही रीत है, सांसों की जरूरत है जैसे, सांसों की जरूरत है जैसे, जिंदगी के लिए बस एक सनम चाहिए, आशिकी के लिए, आशिकी के लिए, आशिकी के लिए, आशिकी के लिए, आशिकी के लिए. കലക്കി കലക്കി. വ്യത്യസ്തമായ ശബ്ദം മധുവിന്റെ. അതെ, അതെങ്ങനെയാ മഞ്ജരിയുടെ അടുത്ത ഗാനം? താമസിക്കാൻ തീർത്തു ഞാൻ രാസകേളി മന്ദിരം, ഓമലേ ഞാൻ കാത്തു നിൽപ്പു നിന്നെ വരവേൽക്കാൻ, എവിടെ നിൻ വല്ലകി, എവിടെ നിൻ നോപുരം, ഒന്നു ചേരാൻ മാറോടു ചേർക്കാൻ എന്തൊരു മാതം, പിന്നിലാവിൻ പൂവിടർന്നു പൊൻവസന്തം നോക്കി നിന്നു, ശാരദേന്ദുമുഖി ഇന്നെൻ പ്രേമ
പിന്നിലാവിൻ പൂവിടർന്നു പൊൻവസന്തം നോക്കി നിന്നു ശാരദേന്ദുമുഖി പ്രേമസായുജ്യം. താങ്ക് യു ചേച്ചി, എന്റെ ഫേവറേറ്റ് പാട്ടാ. ആതിര നന്നായി പാട്ട് പാടിയതുകൊണ്ടാണ് നമുക്ക് മധുമഞ്ജരിയുടെ വക 2 മനോഹര ഗാനങ്ങൾ കേൾക്കാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും ഇതേപോലെ തന്നെ തുടരുക. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അറിയാൻ പോകുന്നത് എന്താ? സേഫ് ആണോ? റിസൾട്ട് ആ റിസൾട്ട് സേഫ് ആയിരിക്കോ? ആയിരിക്കും. കഴിഞ്ഞ 3-4 വീക്കുകളായിട്ട് ആ ഗോൾഡൻ ചെയറിന്റെ പരിസരത്ത് തന്നെയാണ് ആതിര അല്ലേ? അപ്പൊ എന്തായിരിക്കും റിസൾട്ട്? അപ്പോ സേഫ് ആയിരിക്കും. സേഫ് ആയിരിക്കും. അവിടെ പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞു. സേഫ് ആയിരിക്കും. അയ്യോ, സേഫ് ആയിരിക്കും. ഞാൻ സേഫ് ആണ് എന്ന് പറഞ്ഞേ. ഞാൻ സേഫ് ആണ്. സേഫ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പൊ എന്തായാലും ആതിര, നമ്മളിതാ ഈ ഒരു ആഴ്ചയും കടന്ന് അടുത്ത ആഴ്ചയിലോട്ട് കടക്കുകയാണ്. അപ്പോ അടുത്ത ആഴ്ചയിൽ പുതിയ ഏതാണ് റൗണ്ട്? ഓൾഡ് ഈസ് ഗോൾഡ്. അപ്പൊ നമുക്കൊരു ഗോൾഡൻ പെർഫോമൻസ് വേണം കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നന്നായി പ്രാക്ടീസ് ചെയ്യാൻ അടിച്ചു വിളിക്കാം. താങ്ക് യു. അപ്പൊ അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി ശ്രീനാഥ്. ഇന്ന് ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്. കാരണം ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ജഡ്ജസ് ചോയ്സ് റൗണ്ടാണ്. കഴിഞ്ഞ വീക്കിൽ എനിക്ക് ഗോൾഡൻ ബസർ ലഭിച്ചു. അപ്പോൾ ഈ വീക്കിൽ ജഡ്ജസ് ചോയ്സ് റൗണ്ടിൽ ഏത് പാട്ടാണെങ്കിലും എൻ്റെ മാക്സിമം ഇൻപുട്ട് കൊടുത്ത് പാടാൻ പറ്റും. ബസർ അടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഫ്ലോറിൽ കാണാം. ശ്രീകുട്ടി, ഈ ഒരു ചിരിച്ച മുഖം പാട്ട് ഏതാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകണം. തീർച്ചയായിട്ടും. ഉറപ്പാണല്ലോ? അപ്പൊ ജഡ്ജസ് ചോയ്സ് റൗണ്ട് ആണ്. അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാലോ. 5 ബോക്സ് വരും. അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. അതിൽ എന്താണോ അത് പെർഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ബോക്സ് വരട്ടെ അല്ലേ? 1 2 3 4 5. ഒരു ബോക്സ് സെലക്ട് ചെയ്തോളൂ. 3. പ്ലീസ് ഓപ്പൺ ബോക്സ് നമ്പർ 3. എന്തിന് വേറൊരു സൂര്യോദയം? വേറെ എന്തിനാ പിന്നെ വേറെ സൂര്യോദയം? പാട് ശ്രീകുട്ടി. അപ്പൊ എന്തായാലും ശ്രീകുട്ടിയുടെ പാട്ട് കേട്ട് സൂര്യൻ ഉടൻ തന്നെ ഉദിക്കട്ടെ. ഓക്കെ, വേണ്ടായിരുന്നു അല്ലേ? അത് ശരിയായില്ല. ശരിയായില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. Whoa, whoa, musical vibe. Hey, mega finally. ശ്രീകുട്ടി, ജഡ്ജസ് ചോയ്സ് റൗണ്ട് ആണ് ഇപ്പൊ കഴിഞ്ഞത്. എന്തായാലും നല്ലൊരു ചോയ്സ് ആയിരുന്നു ജഡ്ജസിന്റെ, അല്ലെ? നല്ലൊരു പാട്ടായിരുന്നു. അപ്പൊ എന്തായാലും പാട്ട് എങ്ങനെ പാടിയെന്നുള്ളത് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. മതിച്ചേട്ടാ. ശ്രീകുട്ടി, ചേട്ടാ നല്ല ബ്യൂട്ടിഫുൾ സെലക്ഷൻ. താങ്ക് യു ചേട്ടാ. വളരെ നന്നായിട്ട് പാടുകയും ചെയ്തു കേട്ടോ. ഉഗ്രനായിരുന്നു. ഭൂരിഭാഗവും വളരെ നന്നായിട്ട് തന്നെയാണ് പാടിയത്. അതിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ എന്തിനു വേറൊരു മധുവസന്ത് പല്ലവി അത് കുറച്ചും കൂടി സസ്റ്റെയിൻ കിട്ടണമായിരുന്നു. BGM-ന്റെ മുമ്പ് അതുവരെ സസ്റ്റെയിൻ നിൽക്കണം. അനുപല്ലവിയിൽ എന്താ സ്വന്തമായിട്ട് എന്തോ വാക്കൊക്കെ പാടിയല്ലോ, ചെറുതായിട്ട് ലോലമായി നിൻ മനം എന്ന് പാടി. ആ യെസ്. ശരിക്കും എന്തായിരുന്നു? ജീവിതം. ഈ പാട്ട് എങ്ങനെ ബേസ് ചെയ്താ രവീന്ദ്ര മാഷ് കമ്പോസ് ചെയ്തേക്കണമെന്ന് അറിയാമോ? ഇല്ല. ഹിമഗിരി തനയേ എന്തിനു വേറൊരു ആ കീർത്തനത്തിന്റെ ഫസ്റ്റ് ട്യൂണാണത്. അനുപല്ലവി നിന്റെ നൂപുര എന്ത് നേർച്ചിന, ആ കീർത്തനത്തിന്റെ ഫസ്റ്റ് ലൈനാണ്. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രത്യേകത ഈ പാട്ടിന്റെ. എന്ത് പറയാനാ, അസലായിട്ട് പാടി. താങ്ക് യു ചേച്ചി. എനിക്ക് ശ്രീകുട്ടി ഈ ഒരു പാട്ട് പാടിയപ്പോൾ ആ തുടക്കമൊക്കെ ഗംഭീരായിരുന്നു. ലാസ്റ്റിൽ മാത്രമാണ് ഒരു കണ്ണ് തട്ടാതിരിക്കാൻ ഇരിക്കട്ടെ. ശരിക്കും ഗംഭീരമായിട്ട് പാടി ശ്രീകുട്ടി. ബ്യൂട്ടിഫുൾ. ഞങ്ങൾ നർത്തകിമാർക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലും ഭയങ്കര ഇമോഷണലൊക്കെ ആവുന്ന ഒരു ഒരു ചിത്രവും അതിന്റെ വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ എല്ലാവരുടെ മനസ്സിൽ നിൽക്കുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ സിംഗിങ്. താങ്ക് യു. ബ്യൂട്ടിഫുൾ, എക്സലന്റ്. താങ്ക് യു. കനിഹ. ഹായ് ശ്രീകുട്ടി. ഹായ് ചേച്ചി. ആശ പറഞ്ഞതുപോലെ യു ട്രാൻസ്പോർട്ടഡ് അസ്. ഞാൻ ഇവിടെ ഇല്ല, കംപ്ലീറ്റ്ലി ടുക്ക് മീ ടു അനദർ വേൾഡ്. அண்ட் நான் என்ன சொல்லணும்னு நினைக்கிறேன்னா, ஐ லைக் யுவர் ஆரா அண்ட் வைப். என்ன பாட்டு கொடுத்தாலும் நான் பாடுறேன். அந்த கான்ஃபிடென்ஸ் வில் டேக் யூ பிளேசஸ். அண்ட் பயங்கர டிஃபிகல்ட்டான ஒரு பாட்டு, பட் யூ மேட் இட் லுக் ஸோ எஃபர்ட்லெஸ். ஆல் தி பெஸ்ட். താങ്ക് യു. അപ്പോ ശ്രീകുട്ടി, റിസൾട്ട് പറയട്ടെ. ഇപ്പൊ എന്തായാലും ബാക്കി നമ്മുടെ ജഡ്ജസ് ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞെങ്കിലും നമ്മുടെ മതിച്ചേട്ടൻ കുറച്ച് പോയിന്റുകൾ എടുത്തെടുത്ത് പറഞ്ഞു, അല്ലേ? അത് നല്ലൊരു കൊടുങ്കാറ്റ് തന്നെയായിരുന്നു. അത് നമ്മുടെ റിസൾട്ടിനെ ബാധിച്ചാണോ അറിയില്ല. അല്ല, ഞാൻ ടെൻഷൻ അടിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ കരയിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ ട്രബിളിലാക്കുന്നു എന്നൊക്കെയാണല്ലോ പരാതികൾ. ശ്രീകുട്ടി പറഞ്ഞതാണെങ്കിലോ? അതെ, ശ്രീകുട്ടി പറഞ്ഞോളൂ. ശ്രീകുട്ടിക്ക് എന്താണെന്ന് തോന്നുന്നേ? ധൈര്യമായിട്ട് പറ. ധൈര്യമായിട്ട് പറഞ്ഞോ. അതെ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. സേഫ് ആയിരിക്കും. 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 കണ്ണ് കോൺഫിഡൻസോടുകൂടി പറയും. സേഫ് ആയിരിക്കും. സേഫ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ജഡ്ജസ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ശ്രീകുട്ടി, താങ്ക് യു ചേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നമ്മൾ എന്തായാലും നമ്മുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പ്രേക്ഷകർക്കും എനിക്കും ഒരു ചെറിയ ആഗ്രഹം. എന്താണ് ആ ആഗ്രഹം? ഭാഗ്യദേവതയുടെ വക ഒരു ഗാനം. തീർച്ചയായിട്ടും. കാരണം ആദ്യ സിനിമയിൽ തന്നെ ഗാനം ആലപിച്ച ആളാണ്, അല്ലേ? ശരിയല്ലേ? അഭിനയിച്ച ആദ്യ സിനിമയിൽ തന്നെ പാട്ട് പാടിയിട്ടില്ലേ? ഞാൻ പാട്ട് പാടി. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. അത് ഏത് പാട്ടായിരുന്നു? അത് 5 സ്റ്റാറിന് പടത്തിലായിരുന്നു. അതില് മ്യൂസിക് ഡയറക്ടർ വാസ് അനുരാധ. ഇറ്റ് വാസ് എ കോറസ് സോങ്. ഇറ്റ് വാസ് എ തീം സോങ്. അപ്പൊ പിന്നെ ഗായികയാണ്. എന്തായാലും നമുക്ക് ഇവിടെ വിളിച്ച് പാട്ട് പാടിക്കണം. 4 വരെയല്ല, ഫുൾ സോങ്. I'll try. Okay. ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ.
നോക്കിയിരിക്കുന്ന നിരമൗന ചഷകത്തിൽ ഇരുപൂരമാ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ പ്രണയത്തിനാൽ മാത്രം എരിയുന്ന ജീവന്റെ തിരികൾ ഉണ്ടാത്മാവിനുള്ളിൽ. സൂപ്പർ കനിഹ. കലക്കി ഉഗ്രൻ. അൺബിലീവബിൾ. വെരി ബ്യൂട്ടിഫുൾ വോയിസ്. இந்த வாக்கு உங்க வாயிலேந்து வருது வசிஷ்டர் வாயில் பிரம்மரிஷி. Thank you, ഉണ്മേതാൻ മഞ്ജരി. சொன்னேன். കലക്കി. അല്ല, ഒരു കാര്യം മിസ്സായി പോയി. എന്താ ഇപ്പൊ പറഞ്ഞത്? ലാസ്റ്റ് പറഞ്ഞ വാക്ക് വസിഷ്ഠർ വായിൽ ബ്രഹ്മഋഷി. ആ മതിച്ചേട്ടാ, അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. നമ്മുടെ അടുത്ത് നിന്നൊക്കെ അങ്ങനെ കേട്ടല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ആക്ച്വലി ഭയങ്കര ടെൻഷനാണ്. തെരിയില്ല വെളിയില ഉള്ള എന്നോട് ഹാർട്ട് ബീറ്റ്. എതുക്ക് ടെൻഷൻ? മതിച്ചേട്ടന് പക്കത്തിൽ തന്നെ ഇരുന്നേ, പിന്നെ എതുക്ക് ടെൻഷൻ? കനിഹ അഭിനയിച്ച സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമയാണ് സ്പിരിറ്റ്. ഞാൻ വന്നപ്പോഴും പറഞ്ഞിരുന്നു ഈ പാട്ട് തന്നെ പാടിയില്ല. താങ്ക് യു. അമേസിംഗ് സോങ്. മൈ പ്ലഷർ. അപ്പോ ഞങ്ങള് പ്രേക്ഷകർക്ക് കൂടി വേണ്ടി നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു മനോഹര ഗാനം ആലപിച്ചതിന് താങ്ക് യു. താങ്ക് യു സോ സൂപ്പർ സൂപ്പർ കനിഹ. ഇനി ഞാൻ അവിടെ വന്ന് അവിടെ ഇരുന്ന് നമ്മുടെ മത്സരം തുടരാം. താങ്ക് യു. മതിച്ചേട്ടാ, എന്താണ് വസിഷ്ഠർ വായിൽ ബ്രഹ്മഋഷി? അതാണ് പറഞ്ഞേ. വസിഷ്ഠർ വായിൽ ബ്രഹ്മഋഷി. അതാണ് ഇപ്പോഴാണ് അത് കറക്റ്റ് ആയത്. ഇപ്പോഴാണ് ചെറിയ വായിൽ വലിയ വർത്തമാനം. അപ്പൊ അടുത്തത് നമുക്ക് ജഡ്ജസ് ചോയ്സ് വേണോ അതോ ഓൾഡ് സ്കൂൾ വേണോ? ജഡ്ജസ് ചോയ്സ്. ഞങ്ങൾക്ക് ഒരു അവസരം തരൂ. അവസരം തരാം, നിങ്ങൾക്കുള്ള അവസരമാണ്. നിങ്ങൾ കാത്തിരിക്കുകയാണ്. അടുത്ത മത്സരാർത്ഥി വരുന്നത് ജഡ്ജസ് ചോയ്സ് റൗണ്ടിൽ പെർഫോം ചെയ്യാനാണ്. ലെറ്റ്സ് വെൽക്കം അമൃത ജയകുമാർ. ഇത്തവണ ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് ജഡ്ജസ് ചോയ്സ് റൗണ്ടിലാണ്. 3 പാട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ജഡ്ജസ് തീരുമാനിക്കും അതിലേത് പാട്ടാണ് പാടേണ്ടതെന്ന്. ഇനി നമുക്ക് ഫ്ലോറിൽ കാണാം. Musical vibe. അമൃത, ജഡ്ജസ് ചോയ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ആ പാട്ടുകളൊക്കെ പഠിക്കേണ്ടി വരും. അതൊക്കെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ആ ബോക്സസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. എന്ത് പറയുന്നു? അപ്പോ ബോക്സസ് വരട്ടെ. 5 ബോക്സുകൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു ബോക്സ് സെലക്ട് ചെയ്യുക. ആ ബോക്സിൽ എന്താണോ അത് നമ്മൾ ഇവിടെ പെർഫോം ചെയ്യുന്നു. സെലക്ട് ചെയ്തോളൂ. ഒരു ലക്കി 4. ഓക്കെ, അപ്പൊ എന്തായാലും ബോക്സ് നമ്പർ 4ൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് അറിയണ്ടേ? അറിയാം. പ്ലീസ് ഓപ്പൺ ബോക്സ് നമ്പർ 4. ഇത് വല്ലാത്ത പണി. അങ്ങനെ ചുമ്മാ നിങ്ങളെ പാട്ട് പഠിപ്പിച്ചു വിടാൻ നമ്മൾ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. ഒരു ചെറിയ പണിയുണ്ട്. അപ്പൊ ആദ്യം ഒരു പണി, അത് കഴിഞ്ഞിട്ട് പാട്ട്. അപ്പൊ പണി എന്താന്ന് അറിയണ്ടേ? അപ്പൊ പണി എന്താണ്? മലയാളം സിനിമാ ഗാനം കണ്ടുപിടിക്കുക. എന്തായാലും ഒരു മലയാള ഗാനമാണ് ഇംഗ്ലീഷ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ഇംഗ്ലീഷിലൊന്ന് വായിച്ചു കൊടുക്കൂ. ഞാൻ വായിച്ചു കൊടുക്കാം. ഓക്കെ. You went even without talking or recognizing me. You never even replied to my greetings. You never even looked back once. You vanished far away. ജഡ്ജസ്, നിങ്ങൾക്ക് പിടികിട്ടിയോ? കിട്ടി. അതായത് ഈ വേദിയിൽ അമൃത ഒഴിച്ച് ബാക്കി എല്ലാവരും കിട്ടി. You went even without talking or recognizing me. അതിന്റെ മലയാളം എന്താ? Without talking or recognizing me. എന്നോട് സംസാരിക്കാതെ നീ പോയി. സംസാരിക്കാതെയും തിരിച്ചറിയാതെയും. പിന്നെ അടുത്തല്ലേ? You never even replied to my greetings. എന്റെ ആശംസകൾക്ക് എന്താ റിപ്ലൈ തന്നില്ലെങ്കിൽ. തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും. ഇല്ല. You vanished far away. ടിക് ടിക് 10. പറയാതെ അറിയാതെ നീ ഏതായിരുന്നു പാട്ട്? ഒന്നുകൂടി പറഞ്ഞേ. പറയാതെ അറിയാതെ നീ പോയതല്ലേ മറുവാക്കു മിണ്ടാഞ്ഞ ഗ്രീറ്റിംഗ്സ്. ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ ദൂരേക്കു നീ മാഞ്ഞതല്ലേ. അപ്പൊ എന്തായാലും ഒരു ചെറിയ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ യഥാർത്ഥ വലിയ പണി. എന്താണ്? പാട്ട് ഏതാന്ന് അറിയണ്ടേ? അപ്പൊ ഒരു ബോക്സ് സെലക്ട് ചെയ്യല്ല. ഏത് പാട്ടാ പാടാൻ താല്പര്യം?
ഇപ്പൊ തന്നേക്കണല്ലേ. കണ്ണൻ എന്ന പേര് രേവതി നാള് അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അവൾക്ക് ഞാൻ പാടി കൊടുക്കുന്ന ഒരു താരാട്ടാണ്. ആണോ? അത് കിട്ടാനാണ് ആഗ്രഹം. ആഗ്രഹമുണ്ട്. ഇന്നത്തെ വിധി എന്താവുന്നു നമുക്ക് അത് സെലക്ട് ചെയ്താലേ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ സെലക്ട് ചെയ്തോ. നമ്പർ 5. പ്ലീസ് ഓപ്പൺ ബോക്സ് നമ്പർ 5. പുന്നാരപ്പൂവിലും കൊത്തി. അത് ഓക്കെ ആണോ? ഒക്കെയാണ്, പക്ഷെ ഇഷ്ടം അതായിരുന്നു. വേറൊരു അവസരത്തിലേ അത് പാടാം. ഓഡിയൻസിന് വേണ്ടി അത് പാടാം. മോൾക്ക് വേണ്ടി തൽക്കാലം ഇത് പാടിക്കോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൂവിലും കൊട്ടി ഉന്മൈന
വെരി ഗുഡ്. Wow, wow, musical vibe. Hey, mega finally. അമൃത ആഗ്രഹിച്ച പാട്ടല്ല അമൃതയ്ക്ക് കിട്ടിയത്. പക്ഷേ കിട്ടിയ പാട്ട് നന്നായി പാടിയോ? നന്നായി പാടിയെന്നാണ് അമൃത പറയുന്നത്. ഹായ് അമൃത. ഹായ് ചേച്ചി. നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ തോന്നി? എനിക്ക് ആസ്വദിച്ച് പാടാൻ പറ്റിയിട്ടുണ്ട്. എനിക്കും അങ്ങനെ തോന്നി. ഐ എൻജോയ്ഡ് യുവർ പെർഫോമൻസ്. നല്ലൊരു കംപ്ലീറ്റ് പെർഫോമൻസ് ആയിരുന്നു. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ അവർ പറയും ഐ ഫെൽറ്റ് എ ലിറ്റിൽ സ്ട്രെയിൻ ചരണത്തിൽ. അത് മട്ടും എനിക്ക് ജസ്റ്റ് ഒരു 2 പ്ലേസസിൽ അപ്പടി തോന്നിച്ചു. ബട്ട് ഓൺ ദ ഹോൾ ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. നല്ല ഒരു പാട്ട് എൻജോയ് ചെയ്തു ഞാൻ. താങ്ക് യു. അമൃതകുട്ടി, എന്തോ ഇത്രയും പാട്ട് പഠിച്ചില്ലേ? 4-5 പാട്ട് പഠിച്ചിട്ടല്ലേ വന്നത്? അതൊരു ചെറിയ കാര്യമല്ല അല്ലേ? ഇത്രയും പാട്ട് പഠിച്ചു. പക്ഷെ അതിൽ നമുക്ക് എപ്പോഴും ഒരു ഫേവറേറ്റ് ഉണ്ടാവും. അത് പാടണമെന്ന് ആഗ്രഹിച്ചു, അത് കിട്ടിയില്ല, അതും സാരില്ല. പക്ഷെ ഇത് നല്ല രസമായിട്ട് പാടി. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. മനസ്സിലെ ആഗ്രഹം ഏത് പാട്ടായിരുന്നു? കണ്ണൻ എന്ന പേര്. അതായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസോടുകൂടി ഇന്ന് പാടാൻ പറ്റിയേനെ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പാട്ട് പാടിയപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അമൃതയ്ക്ക്. ലിറിക്സ് എല്ലാം കൂടെ യെസ്, അത് മുഖത്ത് കാണുന്നുണ്ടായിരുന്നു. ഈ പാട്ട് എങ്ങനെ പാടണ്ടെന്നറിയോ? ചെറിയ ചെറിയ മന്ദഹാസത്തോടുകൂടി ഒരു കുസൃതിയോടുകൂടി തന്നെ പാടേണ്ട പാട്ടാണ്. കാരണം ഇതൊരു കുസൃതി സ്റ്റൈലിലെ ഒരു കമ്പോസിങ് ആണ്. അങ്ങനെ ഒരു എക്സ്പ്രഷൻ മുഖത്തുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ചില സ്ഥലങ്ങളിലൊക്കെ ശ്രുതിയും കുറച്ച് പ്രോബ്ലം ആയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് എന്തിനി അവയുടെ സഖി പറയും, എന്തിനി അവയുടെ സുഖമറിയും, എങ്ങനെ അവയുടെ കനവറിയും, എങ്ങനെ അവയുടെ അല്ലേ എങ്ങനെ എന്തിനി അവയുടെ അത് കറക്റ്റ് ടെമ്പോയിൽ വരണം. അത് കറക്റ്റായിട്ട് ക്ലിയർ ആവുകയും ചെയ്യണം വാക്കുകൾ. ഇത്രയും ഇതൊരു ചലഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ? അപ്പോൾ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പാട്ട് അത്യാവശ്യം നന്നായിട്ട് പാടി. പക്ഷേ ഇത് നമുക്ക് നിയോഗിച്ചിട്ടുള്ള കർമ്മം കറക്റ്റായിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അത് എന്താണ് റിസൾട്ട് എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മഞ്ജുചേട്ടാ. മഞ്ജരി. അമൃത ചേച്ചി അസലായിരുന്നു. താങ്ക് യു. അമൃത ഇത്ര പെട്ടെന്ന് ഒരു പാട്ട്, താൻ ഉദ്ദേശിച്ച പാട്ടല്ല എന്നാലും ഇങ്ങനെ ഒരു പാട്ട് കിട്ടുമ്പോഴത്തേക്ക് പാടാൻ കാണിച്ച ആ ഒരു ധൈര്യം, അതിന് വലിയൊരു കൈയടി. താങ്ക് യു ചേച്ചി. പിന്നെ ഇതൊരു കോംപ്ലിക്കേറ്റഡ് പാട്ടാണ്. ഈ പാട്ട് പാടി ഫലിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിലെ ഭൂരിഭാഗം നന്നായി പാടി അമൃത. പാട്ട് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഷെടോ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടല്ലല്ലോ കിട്ടിയത് എന്നുള്ളൊരു സാധനം തലയ്ക്കകത്ത് ഓടുന്നതുകൊണ്ട് ആ പല്ലവിയിലോട്ട് പെട്ടെന്ന് കയറാൻ മനസ്സൊന്നും സമ്മതിച്ചില്ല. ലാൻഡിങ് നോട്ട്സ് ഒക്കെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റ് ആവാമായിരുന്നു. അല്ലാതെ കോൺഫിഡൻസിന് ഞാനൊരു വലിയ കയ്യടിയാ തരുന്നു. താങ്ക് യു ചേച്ചി. അമൃത, അപ്പൊ എന്തായാലും ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ റിസൾട്ട് അറിയാനുള്ള സമയമാണ്. കൊടുങ്കാറ്റ് നല്ല രീതിയിൽ ആഞ്ഞടിച്ചു. അതുകൊണ്ട് തന്നെ റിസൾട്ടിനും അത് ബാധിച്ചിട്ടുണ്ട്. അമൃത അമൃത ചക്കര കേൾക്കൂ. എന്തു പറ്റി അമൃത? അമൃത, ഓൾറെഡി നമ്മൾ തന്ന പാട്ടുകൾ അമൃത പ്രിപ്പയർ ചെയ്തായിരുന്നു. അതിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആദ്യം പറഞ്ഞു, പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ അത് ലഭിച്ചില്ല. ഇത് ജഡ്ജസ് ചോയ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമൃത എന്തിനാ ഇപ്പൊ കരയണേ? അതിപ്പോ ദൈൻ റിസൾട്ട് പറയാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് എന്തിനാ അമൃത കരഞ്ഞേ? ഞങ്ങൾ പറഞ്ഞതിന്റെ ആണോ? അല്ല, കൊടുങ്കാറ്റ് റിസൾട്ടിനെ ബാധിച്ചു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണോ? ബാധിക്കുമെന്ന് ഓർത്തിട്ടാണ്. ഓർത്തിട്ടാണ്. ഇതിപ്പോ ഇതിൽ ഡേഞ്ചർ സോണിൽ പോവോ സേഫ് സോണിലേക്ക് പോകുന്നുള്ളതല്ല. ഇത് പോയാലും തിരിച്ചു വരാനുള്ള അവസരങ്ങളുണ്ടല്ലോ. അതെ, കരയേണ്ട കാര്യമില്ല. അമൃത, അപ്പൊ എന്തായാലും എന്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാലും അവസരങ്ങൾ ഇനിയുണ്ട്. റിസൾട്ട് പറയട്ടെ. എന്ത് റിസൾട്ട് വന്നാലും നേരിടില്ലേ? നേരിടും. ഓക്കെ അമൃത, ഐ ആം സോറി, യു ആർ ഇൻ ഡേഞ്ചർ സോൺ. നമുക്കിത് കല്ലുവല്ലി, നമ്മൾ തിരിച്ചു വരും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഡേഞ്ചർ സോണിൽ നമുക്ക് ഒരു അവസരം കൂടിയുണ്ട്. അപ്പൊ നന്നായി പാടാൻ പറ്റുന്ന ഒരു നല്ല പാട്ട് തന്നെ സെലക്ട് ചെയ്യുക. ഇവിടെ ഒന്ന് പാടി അവിടെ ആ സേഫ് സോഫയിൽ വന്നിരിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഈ 9ാം വാര എലിമിനേഷൻ നമ്മളിതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ജഡ്ജസ്, നമ്മുടെ 12 മ്യൂസിക്കൽ വൈസിന്റെ തകർപ്പൻ പെർഫോമൻസിൽ നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച വെച്ച് നോക്കുവാണെങ്കിൽ ഈ പ്രാവശ്യം ഗോൾഡൻ ബസറുകൾ നേടിയവരുടെ എണ്ണം കുറവാണ്. ഡേഞ്ചർ സോണിൽ എത്തിയവരുടെ എണ്ണം കൂടുതലാണ്. അപ്പോ എന്തുകൊണ്ടും ഈ ഒരു വീക്ക് അവർക്കൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആഴ്ചയായിരിക്കും അല്ലെ? കാരണം ഈ 12 പേരിൽ ആരൊക്കെ ഇവിടെ തുടരും, ആരൊക്കെ ഇവിടെ നിന്ന് താൽക്കാലികമായി വിട പറയും എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ദിവസം അറിയാൻ സാധിക്കും. അപ്പൊ 3 പേരാണ് ഡേഞ്ചർ സോണിൽ എത്തിയിട്ടുള്ളത്. ആ 3 പേരെ നമുക്ക് ഇവിടെ സ്വാഗതം ചെയ്യാം അല്ലെ? നമുക്ക് സ്വാഗതം ചെയ്യാം. ആതിര വിജയൻ, അൽക്ക, ഒപ്പം അമൃത ജയകുമാർ. Musical vibe. Mega finally. Musical vibe. അപ്പോ 3 പേരും ഡേഞ്ചർ സോണിൽ ഇതിനു മുമ്പ് വന്ന ആൾക്കാരാണ്. അപ്പോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ? അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു അവസരം കൂടിയാണ് ഉള്ളത്. ആ അവസരത്തിൽ മാക്സിമം നിങ്ങൾക്ക് നന്നായി പാടാൻ പറ്റുന്ന അത്രയും നന്നായി പാടുക. ഇവിടെ സേഫായി ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വന്നിരിക്കുക. ഓക്കെ? അപ്പൊ എന്തായാലും ജഡ്ജസ്, ഇവര് 3 പേരാണ് നമ്മുടെ ഈ ആഴ്ചയിലെ എലിമിനേഷനിൽ എത്തിയിട്ടുള്ള മത്സരാർത്ഥികൾ. ഇവരോട് എല്ലാരും അസാധ്യമായിട്ട് പാടുന്നവരാണ്. അതെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട് ഇംപ്രൂവ് ചെയ്യാൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കോമ്പറ്റീഷൻ മുറുകുന്തോറും എല്ലാവരും അപ്പുറത്തുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ഗംഭീരമായിട്ട് പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയ തെറ്റുകൾ പോലും സംഭവിക്കരുത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് കെയർഫുൾ ആവണം എന്നുള്ളതാണ് ഈ ഒരു ഡേഞ്ചർ സോണിൻ്റെ ഒരു മീനിങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ മെഗാ ഫൈനലിൽ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഓൾറെഡി വിൻ ചെയ്തു എന്നാണ് അർത്ഥം. ഇന്ന് നിങ്ങളെല്ലാവരും നന്നായിട്ട് പാടി. പക്ഷേ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? അപ്പം മത്സരം മുറുകിക്കൊണ്ടിരിക്കുകയാണെന്ന് മഞ്ജരിയും പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിനി ഫൈനലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി നന്നായി വരികയാണ് വേണ്ടത്. ഇന്നത്തെ ഭാഗ്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുമോ എന്ന് നമുക്ക് നോക്കാം. കനിക, എല്ലാവിധ ടെക്നിക്കൽ ഇൻപുട്സ് അവർ തന്നിട്ടുണ്ട്. ഡോണ്ട് ലൂസ് യുവർ സ്മൈൽ, ഫുൾ കോൺഫിഡൻസ്, ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട്. 3 പേര് അസാധ്യ സിംഗേഴ്സാണ്. 3 പേരും ഗംഭീരമായിട്ട് പാടുന്നു. എനിക്ക് ഉറപ്പുണ്ട് ഗംഭീരമായിട്ട് പാടും മക്കളെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു ചേച്ചി. ചക്രവർത്തിനി നിനക്കു ഞാനെന്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാദയായകത്തു വരൂ.
ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും. കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും. കടൽ തീരമൊഴിയുമ്പോൾ വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. അല്ല ഭയങ്കര ഒരു ജീവിത സത്യങ്ങൾ കേട്ട് അർത്ഥമുള്ള വരികൾ. ശരിക്കും ഭയങ്കര പെയിൻഫുൾ ലൈൻസ് ആണ്, സത്യമായിട്ടുള്ള വരികളാണ്. അത് കേൾക്കുമ്പോൾ ഒരു നന്നായിട്ട് പാടി മോളെ. കണ്ണനെന്നു പേര് രേവതി നാള് ഉയരങ്ങളിൽ ഉയരാൻ ഒരു രാജയോഗം. മടി
ആതിര, അൽക്ക, അമൃത, നിങ്ങൾ 3 പേരുമാണ് ഈ ആഴ്ച ഡേഞ്ചർ സോണിലെത്തിയ ആൾക്കാര്. നിങ്ങളുടെ 3 പേരുടെയും ഈ എലിമിനേഷൻ സമയത്തെ അവസരം കഴിഞ്ഞിരിക്കുകയാണ്. 3 പേരും പാട്ടുപാടി. 3 പേരും നന്നായി പാടിയോ? മൊത്തൊന്നും തെളിച്ചം കാണുന്നില്ലല്ലോ നിങ്ങളുടെ 3 പേരും. 3 പേരും നന്നായിട്ട് പാടി. 3 പേരും നന്നായിട്ട് പാടി. ഓക്കെ, അപ്പൊ എന്തായാലും 3 പേരും അധികം വിട്ടൊന്നും പറയുന്നില്ല. 3 പേരുടെയും മുഖത്ത് ഒരു ചെറിയ ടെൻഷൻ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഒരാളോ രണ്ടാളൊക്കെയാണ് എലിമിനേഷനിൽ വന്നിരുന്നത്. പക്ഷെ ഈ ഒരു വീക്കിൽ 3 പേരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ ആരൊക്കെ ഇവിടെ തുടരും, ആരൊക്കെ ഇവിടെ നിന്ന് താൽക്കാലികമായി വിട പറയൂ എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പ് പറയാം, നിങ്ങൾ 3 പേരും ഇവിടെ തുടരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ നിങ്ങൾ പാടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജഡ്ജസ് മാർക്കുകൾ ഇട്ടിട്ടുണ്ട്. ആ മാർക്കുകൾ വെച്ച് കൂട്ടുമ്പോൾ ശരാശരി വെച്ച് നോക്കിയിട്ടാണ് നിങ്ങളിൽ ആരൊക്കെ ഇവിടെ തുടരും, ആരൊക്കെയാണ് ഇവിടെ നിന്ന് വിട പറയുക. ചിലപ്പോൾ 3 പേരും ഇവിടെ സേഫ് ആകാം, ചിലപ്പോൾ 3 പേരും ഇവിടെ നിന്ന് ഔട്ടാകാം, എന്തും സംഭവിക്കാം. അപ്പൊ എന്തും നേരിടാൻ തയ്യാറാണല്ലോ? തയ്യാറാണ് ജഡ്ജസ്. അപ്പോ ഇവരുടെ 3 പേരുടെയും പാട്ടിനെ കുറിച്ച് മനസ്സിലാട്ടാ പറഞ്ഞോളൂ. 3 പേരും നന്നായിട്ട് പാടാൻ ശ്രമിച്ചു. ചെറിയ ചെറിയ പോരായ്മകൾ എല്ലാവർക്കും ഉണ്ട്. അൺപ്ലഗ്ഡ് ആണല്ലോ പാടുന്നത്. അങ്ങനെ പാടുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം. ബാക്കി മാർക്കുകൾ എന്താണെന്ന് നോക്കാം, അത് കഥ പറയും. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ പാട്ടിന് എത്ര വോട്ടുകൾ നൽകിയിട്ടുണ്ടെന്ന് അറിയാനാണ്. അപ്പോൾ നിങ്ങൾ 3 പേരും ഇവിടെ നിൽക്കുവാണ്. 9 മ്യൂസിക്കൽ വോയിസ് ആണ് അവിടെ സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ അവരുടെ വോട്ടിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആതിരയാണ് ആദ്യം പാടിയ ആള്. ആതിരയ്ക്ക് വേണ്ടി നിങ്ങളിൽ എത്ര പേർ വോട്ട് ചെയ്തു? 1, 2, 3 വോട്ടുകളാണ് ആതിരയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി അലക്കയ്ക്ക് വേണ്ടി എത്ര പേര് വോട്ട് ചെയ്തു? 3 പേരാണ് അൽക്കയ്ക്കും വോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അമൃതയ്ക്ക് വേണ്ടി എന്തായാലും സുഹൃത്തുക്കൾ 3 വോട്ടുകൾ വീതം നൽകി. നിങ്ങൾ 3 പേരും തുല്യ ശക്തികളാണെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ആ വോട്ടുകളൊന്നും നിങ്ങളുടെ നിലനിൽപ്പിന് ഉപകാരപ്പെടില്ല. കാരണം നിങ്ങൾ പാടിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിങ്ങൾ ഇവിടെ സേഫ് ആകുമോ അല്ലയോ എന്നൊക്കെ നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പൊ ആരുടെ റിസൾട്ടാണ് ആദ്യം പറയേണ്ടത്? എനിക്ക് നിങ്ങളുടെ 3 പേരുടെയും മുഖത്ത് നോക്കാൻ തന്നെ പേടിയാവുന്നു. റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് റിയാക്ഷൻ എങ്കിൽ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കാരണം കുറച്ച് പ്രശ്നമുള്ള റിസൾട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോ ആദ്യം പാടിയത് ആതിരയാണ്. അപ്പൊ നമുക്ക് ആതിരയുടെ റിസൾട്ടിൽ നിന്ന് തുടങ്ങാം അല്ലേ? ആതിര നല്ല ഉഷാറുള്ള, നല്ല കോൺഫിഡന്റ് ആയിട്ട് പാട്ടുകൾ പാടുന്ന അല്ലെ? എനിക്ക് തോന്നുന്നു ആതിരയുടെ പെർഫോമൻസ് സമയത്ത് ആശ ചേച്ചി തന്നെ പറഞ്ഞു, കൂട്ടത്തിലെ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് പാടാൻ വരുന്ന ആളും എന്തു ചോദിച്ചാലും അതിന് ഉത്തരം പറയുന്ന ഒരാളാണ് ആതിര. ആതിരയെ ഈ ഒരു എലിമിനേഷൻ സ്റ്റേജിൽ കാണുന്നതിൽ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ ദുഃഖമുണ്ട്. എങ്കിലും കിട്ടിയ അവസരത്തിൽ ആതിര പാടി. ആ പാട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട്. ആതിരയുടെ റിസൾട്ട് പറയട്ടെ? കുറച്ച് പ്രശ്നമായിട്ടുള്ള ഒരു റിസൾട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊന്നും എനിക്ക് തോന്നുന്നു ആദ്യത്തെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ തുടങ്ങിയ ആദ്യ ആഴ്ചകളിലാണ് എലിമിനേഷൻ നടന്നത്. 14 പേര് വെച്ച് തുടങ്ങി. 2 പേരാണ് ഈ ഷോയിൽ നിന്ന് താൽക്കാലികമായിട്ട് വിട പറഞ്ഞിരുന്നത്. 12 പേര് കുറച്ച് നാളുകളായിട്ട് നമ്മളിങ്ങനെ തുടരുകയായിരുന്നു. പക്ഷെ ഇന്ന് ചെറിയ പ്രശ്നമാണ്. ആതിര ഈ ഒരു എലിമിനേഷൻ സ്റ്റേജിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇന്നത്തെ പെർഫോമൻസിൽ എനിക്കൊരു ത്രോട്ടിന് കുറച്ചൊരു സ്ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. പാടി തുടങ്ങിയപ്പോഴാണ് അത് വന്നത്. അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം എൻ്റേതായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എലിമിനേഷനിൽ വന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ആതിരയുടെ ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം തന്നെയാണ് ആതിര എലിമിനേഷനിൽ പാടിയതും. അപ്പോൾ നമ്മൾ ദിവസത്തിനെ മാറ്റി നിർത്തുമ്പോൾ ആ ദിവസത്തിൽ പാടിയ എല്ലാ പാട്ടുകളെയും ബാധിക്കില്ലേ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഇന്നത്തെ ആ ഒരു റൗണ്ട്, ആ ഒരു സമയം എനിക്കുള്ളതായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇത് ഞാൻ മാക്സിമം പറ്റുന്നത് പോലെ പാടിയിട്ടുണ്ട്, ഫീൽ ചെയ്ത് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡൊക്കെ ജഡ്ജസ് തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ
നമുക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ ഇങ്ങനെ കോൺഫിഡൻ്റ് ഇല്ലാതെ പേടിച്ച് ഇങ്ങനെ മറുപടി പറയുന്നത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. പക്ഷേ നമുക്കറിയാം ഇതൊരു ഫിനാലെ വേദിയാണ്. നമ്മൾ ഒരുപാട് കടമ്പകൾ താണ്ടിയാണ് ഇവിടെ എത്തിയത്. ഇനി കുറച്ച് ദൂരം കൂടിയേ നമുക്ക് യാത്ര ചെയ്യാനുള്ളൂ നമ്മുടെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ഷോയ്ക്ക്. അപ്പോൾ എലിമിനേഷൻ ഇവിടെ അനിവാര്യമാണ്. കാരണം നിങ്ങൾ 12 പേരുണ്ട്. 12 പേരിൽ ആരൊക്കെയാണ് ഇനിയുള്ള യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം എന്തായാലും ആതിരയുടെ റിസൾട്ട് പറയാനുള്ള സമയമാണ്. ജഡ്ജസ്, ആതിരയുടെ റിസൾട്ട് പറയാം അല്ലേ? പറഞ്ഞോളൂ. ആതിര 3 വോട്ടുകൾ ലഭിച്ചു. ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് പാടാൻ പറ്റുന്ന പാട്ടാണ് പാടിയത്. അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് റിസൾട്ട് പറയട്ടെ. അതുകൊണ്ട് ആതിര 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 യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. ആതിര എലിമിനേഷൻ സ്റ്റേജിൽ ഇങ്ങനെ കാണേണ്ടി വന്നതിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ട്. അപ്പൊ ഈ ഒരു പരിസരത്ത് ഇനി വരരുത്. ഓക്കെ, എന്തായാലും സേഫ് ആയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തില്ലല്ലോ നമ്മൾ. ഓക്കെ, അപ്പൊ എന്തായാലും ഓടിപ്പോക്കുള്ളൂ ആ സേഫിൽ അവരുടെ കൂടെ. ആ, ഇവർക്കൊരു ഓൾ ദി ബെസ്റ്റ് കൊടുത്ത് പൊക്കോളൂ. അൽക്ക ഇവിടെ നിന്ന് എലിമിനേറ്റ് ആയി പോയി കഴിഞ്ഞാൽ അൽക്ക വിഷമിക്കില്ലല്ലോ? ഇല്ല. ഇതുവരെയുള്ള യാത്രയിൽ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഇനിയും നമ്മുടെ ഈ ഒരു യാത്രയിൽ കൂടെ തന്നെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അമൃതയോ? ഞാനുണ്ടാവും. എന്തായാലും ഈ ഒരു യാത്ര ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നൽകിയിട്ടുള്ള ഒരു ഷോയാണ് അല്ലേ? ഈ ഒരു വേദി മറക്കാൻ പറ്റുമോ ജീവിതത്തിൽ ഇനി? അൽക്കോ? ഇല്ല. പറ്റില്ല. ഞങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ റിസൾട്ട് പറയട്ടെ. എന്തായാലും 2 പേർക്കും 3 വോട്ടുകൾ വീതമാണ് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ 3 പേരാണ് ഇന്ന് ഡേഞ്ചർ സോണിൽ എത്തിയത്. അതിൽ ഒരാൾ സേഫ് ആയിട്ടുണ്ട്. ഇനി റിസൾട്ട് അറിയാൻ ബാക്കിയുള്ളത് നിങ്ങളുടെ 2 പേരുടെയാണ്. അപ്പൊ ആരുടെ റിസൾട്ടാണ് ആദ്യം അറിയേണ്ടത്? ശരി, ഇന്ന് ഞാനൊരു സംഭവം ഇവിടെ പറയാൻ പോവുകയാണ്. നിങ്ങൾ 2 പേരിൽ ചിലപ്പോൾ 2 പേർ പുറത്താകാം, ചിലപ്പോൾ ഒരാൾ പുറത്താകാം, അല്ലെങ്കിൽ 2 പേരും സേഫ് ആകാം. ആ മൂന്നാമത് പറഞ്ഞത് ശരിയാകണേ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. നിങ്ങൾ 2 പേരും ഞങ്ങളുടെ കൂടെ തന്നെ വേണമെന്നാണ് ആഗ്രഹം. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ റിസൾട്ട് കുറച്ച് പ്രശ്നമാണ്. ഇനി അധികം സമയം കളയുന്നില്ല, എത്രയും പെട്ടെന്ന് റിസൾട്ട് പറയുകയാണ്. എനിക്ക് നിങ്ങൾ 2 പേരുടെ മുഖത്ത് നോക്കി എനിക്ക് ടെൻഷനായി തുടങ്ങി. എന്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ നേരിടും. ജീവിതത്തിൽ എത്ര കാര്യങ്ങൾ നേരിട്ടെത്തിയ ആൾക്കാരാ. അപ്പൊ ജഡ്ജസ്, അമൃതയുടെയും അൽക്കയുടെയും റിസൾട്ട് പറയാനുള്ള സമയമാണ്. ഞാൻ പറയട്ടെ? തീർച്ചയായും. ഇനി കുറച്ച് ഞെട്ടലുള്ള ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ 2 പേരിൽ ഒരാൾ മാത്രമാണ് ഇവിടെ സേഫ് ആവുക. ഒരാൾ ഈ ഷോയിൽ നിന്ന് ഇന്ന് വിട പറയും. അത് അൽക്കയാകാം, അമൃതയാകാം. ആരുടെ റിസൾട്ടാണ് ആദ്യം പറയേണ്ടത്? അൽക്കയുടെ പറയട്ടെ. അൽക്കയാണ് കൂട്ടത്തിലെ കുട്ടി അല്ലേ? അൽക്ക ഒരു കുട്ടിയുടെ അമ്മയാണെങ്കിലും നമുക്കൊക്കെ അൽക്കയും ഒരു കുട്ടിയായിട്ടാണ് കാണാൻ ആഗ്രഹം. തീർച്ചയായിട്ടും അൽക്ക അത്ര ജെന്യുവൻ ആണ്. നമുക്ക് എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ്. അൽക്ക ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത് അല്ലേ? അൽക്ക റിസൾട്ട് പറയട്ടെ. അൽക്ക, ഐ എം സോറി, യു ആർ ഔട്ട്.
എന്താണ് അൽക്കയ്ക്ക് ഞങ്ങളോട് പറയാനുള്ളത്? ഇവിടെ വരെ എത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഞാൻ ഇതുവരെ റിയാലിറ്റി ഷോസിലൊന്നും പങ്കെടുത്തിട്ടില്ല, ഓഡീഷന് പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ആ ഒരു എൻ്റെ ചാപ്റ്ററിൽ ചാപ്റ്റർ 5 ഞാൻ സെക്കൻഡ് റണ്ണറപ്പായി. പിന്നെ ഇപ്പോൾ ഇവിടെ വരെ എത്തി. വളരെയധികം സന്തോഷം. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അപ്പോൾ അതൊക്കെ ഇപ്പൊ പാടിയത് നല്ല ഫീൽ ഉണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. അതുകൊണ്ടാണ് ആശയുടെ കണ്ണ് നിറഞ്ഞത്. ഞങ്ങൾക്കും നന്നായിട്ട് അത് ഫീൽ ചെയ്തു. അൽക്ക പാടിയത്, പക്ഷേ ശബ്ദത്തിൻ്റെ ആ വയ്യായിക ആണ് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം. ഇതിപ്പോൾ ഈ ഡേഞ്ചർ സോണിലല്ലാതെ വേറെ എപ്പോഴെങ്കിലും ശബ്ദം നന്നായിട്ടിരിക്കുമ്പോൾ ഈ പാട്ട് പാടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ അസലായിട്ട് അൽക്കയ്ക്ക് പാടാൻ പറ്റുമായിരുന്നു. ആദ്യമായിട്ടൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ട് ഇവിടം വരെ എത്തി എന്ന് പറയുന്നത് അതിനൊരു വിജയമാണ് ആൽക്കയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ ഇനിയും ജീവിതത്തിൽ ഇഷ്ടംപോലെ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ നിന്ന് പരിപൂർണമായിട്ടും പോവല്ല, ഇവിടെ വന്ന് പാടുന്ന, അതായത് ഇവിടുത്തെ കണ്ടസ്റ്റൻസ് ആരും ഇവിടെ നിന്ന് പോകുന്നില്ല, തിരിച്ചിവിടെ തന്നെ വരും. ഓക്കെ, ഇവിടത്തെ ഒരു മെമ്പറായി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു അൽക്ക. മഞ്ജരി, അൽക്ക എന്തോ അൽക്ക ഈ ഒരു ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ, ആ പാട്ട് ശരിക്കും അർത്ഥവത്തായ ഒരു പാട്ടാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അനുഭവിക്കുന്നൊരു പാട്ടാണത്. മനോഹരമായിട്ട് അൽക്കയുടെ ഒരു പ്രായത്തിൽ ആ പാട്ട് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും എന്ന് എനിക്കറിയില്ല. പക്ഷേ അൽക്ക അത് മനോഹരമായിട്ടാണ് പാടിയത്. എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ഗോഡ് ബ്ലെസ് യു അൽക്ക. അൽക്ക, എന്തോ എനിക്ക് 2 കാര്യത്തിലാണ് മോളോട് ബഹുമാനമുള്ളത്. സ്നേഹമല്ല, അതിൽ എത്രയോ മുകളിലാണ് ബഹുമാനം. ഒന്ന് മോളുടെ സംഗീതം, ഒന്ന് മോളുടെ നിഷ്കളങ്കത. എല്ലാവർക്കും ഉള്ള കാര്യമല്ലത്. വളരെ ചെറുപ്പത്തിലെ തന്നെ ഭാര്യയായി, ഒരു കുഞ്ഞുവാവയുടെ അമ്മയായി. അത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഒരു കുഞ്ഞുവാവയുടെ അമ്മ എന്ന് പറഞ്ഞാൽ. അത് എത്ര കുട്ടിക്കളി ഉണ്ടെന്ന് പറഞ്ഞാലും അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളോടൊപ്പം സംഗീതം കൊണ്ടുപോകുന്ന മോളെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഒരുപാട് വേദികളിൽ അൽക്ക പാടുന്നത് ഞാനിങ്ങനെ കേൾക്കാനും കാണാനും എനിക്ക് സാധിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. എ ബിഗ് ക്ലാപ്പ് ടു യു. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ലവ് യു ചക്കര ഉമ്മ. കനിക. ஹாய் அல்கா. ஹாய் மேம். ஐ ஆல்ரெடி மிஸ் யூ. ஃபஸ்ட்டு ஸ்டேஜில் தான் உங்களை பார்த்துருக்கேன். அல்கா சொன்னதுக்கப்புறம் தான் எனக்கு தெரிஞ்சது திஸ் இஸ் யுவர் டெபியூ அட்டெம்ப்ட் திஸ் ஷோ. பட் பிரில்லியன்ட் ஆட்டிடியூட், wonderful confidence, நல்ல வாய்ஸ். திஸ் இஸ் நாட் தி எண்ட், திஸ் இஸ் த பிகினிங். இன்னும் நிறைய ஸ்டேஜஸ் ஆர் வெயிட்டிங் ஃபார் யூ. கோ கான்கர் இட். கான்ஃபிடென்ஸோட go. The world is yours. All the best. God bless you, my dear. Thank you, ma'am. അമൃത, അപ്പോൾ അമൃതയുടെ റിസൾട്ട് മനസ്സിലായി കാണുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾ സേഫാണ്, ഒരാൾ എലിമിനേറ്റ് ആണ്. അപ്പോൾ ഒരാൾ എലിമിനേറ്റ് ആയ സ്ഥിതിക്ക് അമൃത യു ആർ പറഞ്ഞോ യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ അമൃത ഓടിപ്പോയി അവിടെ ഇരുന്നോളൂ. നമുക്ക് ഇനി ഈ ഒരു പരിസരം വേണ്ട കേട്ടോ. ഇത് ഭയങ്കര ഇമോഷണലി ഡാമേജ് ചെയ്യുന്നു നമ്മളെയൊക്കെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത റൗണ്ടിൽ നന്നായി പാട്ട് പഠിക്കുക, അടിച്ചു പൊളിക്കുക. ഓക്കെ ഓക്കെ. അൽക്ക, ചാപ്റ്റർ 5 കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഷോ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. ഒരു പുതിയ അവസരം വന്നു അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു ഷോയിൽ നിന്ന് ഇപ്പൊ താൽക്കാലികമായിട്ട് വിട പറയുന്നു എന്നേ ഉള്ളൂ. ഇനിയും അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അൽക്കെ ഈ വേദിയിൽ തന്നെ ഞങ്ങൾക്ക് ഇനിയും കാണണം, കണ്ടുകൊണ്ടേയിരിക്കണം. ഈ വേദിയിൽ മാത്രമല്ല, ഒരുപാട് വേദികളിൽ ഉറപ്പായിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അൽക്കയ്ക്ക് സർട്ടിഫിക്കറ്റും ഒപ്പം തന്നെ മൊമെന്റും ഉണ്ട്. അത് നൽകാനായി ജഡ്ജസിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അൽക്കയ്ക്ക് മൊമെന്റേയും സർട്ടിഫിക്കറ്റ് ഉണ്ട്. മൊമെന്റ് നൽകാനായി കനിഹെ ഞാൻ ഒപ്പം തന്നെ ഈ സർട്ടിഫിക്കറ്റ് നൽകാനായി
മധുചേട്ടനെയും മഞ്ജിരയും ആശയേച്ചിയും ഒരുമിച്ച് ക്ഷണിക്കുന്നു. അപ്പൊ അൽക്ക, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. അപ്പൊ എന്തായാലും ഭാവിയിൽ വലിയ വലിയ ഉയരങ്ങൾ താണ്ടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. മുന്നിലുള്ളത് കരവല്ല, പാട്ടിനോ പതിരില്ല, താരത്തിളക്കത്തിൽ പാറി പറന്ന മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഈ ആഴ്ചയിലെ എലിമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു മ്യൂസിക്കൽ വൈഫാണ് ഇവിടെ നിന്ന് ഇപ്പോ വിട പറഞ്ഞിട്ടുള്ളത്. ബാക്കി 11 പേർ ഇവിടെ സേഫ് ആയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ആ ഒരു എലിമിനേഷൻ കഴിഞ്ഞതിന്റെ ഒരു ചെറിയ ദുഃഖത്തിലാണ്. പക്ഷേ ഇനിയൊരു വലിയ സന്തോഷത്തിന്റെ ചടങ്ങ് ഇവിടെ ബാക്കിയുണ്ട്. എന്താണ്? ഗോൾഡൻ ചെയർ. കാരണം ഇന്നത്തെ ദിവസം 2 പേർക്കാണ് ഗോൾഡൻ ബസർ നേടാൻ സാധിച്ചിട്ടുള്ളത്. അവരിൽ ആരായിരിക്കും ഗോൾഡൻ ചെയറിൽ ഇരിക്കുന്നത് എന്നറിയാൻ നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ഗോൾഡൻ ബസർ നേടിയ മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് ശ്രുതി എസ് ബാബുവും നിഖിലയുമാണ്. അപ്പോ നിങ്ങളിൽ ആരായിരിക്കും ആ ഗോൾഡൻ ചെയറിൽ ഇരിക്കുന്നത് എന്നറിയാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യൂ. 5 4 3 2 1 And the golden chair goes to Shruti S. Babu. കഴിഞ്ഞ 5 ഗോൾഡൻ ബസറുകൾക്ക് ശേഷം ശ്രുതി നേടിയെടുത്തിരിക്കുന്നു ഗോൾഡൻ ചെയർ. ശ്രുതി, അപ്പൊ എന്തായാലും ശ്രീഷ്മ ആ കിരീടവും ആ ചെയറും ഒഴിഞ്ഞു കൊടുക്കാനുള്ള സമയമാണ്. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉള്ളതാണ്, കനിക. അപ്പോ ഇന്നത്തെ കിരീടം നമ്മുടെ ശ്രുതി എസ് ബാബുവിനെ ധരിപ്പിക്കേണ്ടത് കനികയാണ്. പ്ലീസ്. ശ്രുതിയോടൊപ്പം തന്നെ നിഖിലയും നല്ല വാശിയേറിയ പോരാട്ടമായിരുന്നു നടത്തിയത്. ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ആ ചെയർ നമുക്ക് നഷ്ടപ്പെട്ടത്. ആ നഷ്ടം നമ്മൾ അടുത്ത ആഴ്ച നികത്തും. ആ വാക്ക് കിട്ടിയില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഗോൾഡൻ ചെയർ നേടിയെടുത്ത ശ്രുതി എസ് ബാബുവിന് ഹാപ്പി ജാംസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്, വേണ്ടേ? ശ്രുതി ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ അടുത്ത ആഴ്ച ഈ ചെയർ നിലനിർത്തുക എന്നുള്ളതാണ്. നിഖില, ആ ചെയർ തട്ടിയെടുക്കുക എന്നുള്ളതാണ് നിഖിലയുടെ കടമ, ബാക്കി എല്ലാവരുടെയും. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ജഡ്ജസ്. അങ്ങനെതാ നമ്മുടെ ഈ ആഴ്ചയിലെയും എപ്പിസോഡ് കഴിയുകയാണ്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ 9th വീക്ക് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നല്ല വാശിയേറിയ പോരാട്ടമാണ് ശരിക്കും ഇവിടെ നടന്നത്. 11 പേരാണ് അടുത്ത ആഴ്ചയിലോട്ട് സേഫ് ആയിട്ടുള്ളത്. കനിക, എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്? മൈ ഹാർട്ട് ഇസ് ഫുൾ. ഇതിന് മേളിൽ എനിക്ക് പറയാൻ വാർത്തകളേ ഇല്ല. ഉഗ്രം ജഡ്ജസ്, ഉഗ്രം കോമ്പയർ ആൻഡ് ഉഗ്രം കണ്ടസ്റ്റൻസ്. ഇതിന് മേലെ എനിക്ക് എന്നെ വേണം. മൈ ഹാർട്ട് ഇസ് ഫുൾ. നല്ല ഒരു എപ്പിസോഡായിരുന്നു എനിക്ക്. ഐ എൻജോയ്ഡ് ഇറ്റ്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം അല്ലേ? തീർച്ചയായിട്ടും. ഇത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് ഹാപ്പി ജാം സോസസ് പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ സ്പെഷ്യൽ പാർട്ണർ അമൃതവേണി ഹെയർ എലിക്സർ പവർഡ് ബൈ MCR പ്യുവർ കോട്ടൺ ക്ലബ്. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഈ 9ാം വാര എലിമിനേഷൻ നമ്മളിതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ജഡ്ജസ്, നമ്മുടെ 12 മ്യൂസിക്കൽ വൈസിന്റെ തകർപ്പൻ പെർഫോമൻസിൽ നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച വെച്ച് നോക്കുവാണെങ്കിൽ ഈ പ്രാവശ്യം ഗോൾഡൻ ബസറുകൾ നേടിയവരുടെ എണ്ണം കുറവാണ്. ഡേഞ്ചർ സോണിൽ എത്തിയവരുടെ എണ്ണം കൂടുതലാണ്. അപ്പോ എന്തുകൊണ്ടും ഈ ഒരു വീക്ക് അവർക്കൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആഴ്ചയായിരിക്കും അല്ലെ? കാരണം ഈ 12 പേരിൽ ആരൊക്കെ ഇവിടെ തുടരും, ആരൊക്കെ ഇവിടെ നിന്ന് താൽക്കാലികമായി വിട പറയും എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ദിവസം അറിയാൻ സാധിക്കും. അപ്പൊ 3 പേരാണ് ഡേഞ്ചർ സോണിൽ എത്തിയിട്ടുള്ളത്. ആ 3 പേരെ നമുക്ക് ഇവിടെ സ്വാഗതം ചെയ്യാം അല്ലെ? നമുക്ക് സ്വാഗതം ചെയ്യാം. ആതിര വിജയൻ, അൽക്ക, ഒപ്പം അമൃത ജയകുമാർ. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലേ
അപ്പോ 3 പേരും ഡേഞ്ചർ സോണിൽ ഇതിനു മുമ്പ് വന്ന ആൾക്കാരാണ്. അപ്പോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ. അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു അവസരം കൂടിയാണ് ഉള്ളത്. ആ അവസരത്തിൽ മാക്സിമം നിങ്ങൾക്ക് നന്നായി പാടാൻ പറ്റുന്ന അത്രയും നന്നായി പാടുക. ഇവിടെ സേഫായി ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വന്നിരിക്കുക. ഓക്കെ. അപ്പൊ എന്തായാലും ജഡ്ജസ്, ഇവര് 3 പേരാണ് നമ്മുടെ ഈ ആഴ്ചയിലെ എലിമിനേഷനിൽ എത്തിയിട്ടുള്ള മത്സരാർത്ഥികൾ. ഇവരോട് എല്ലാരും അസാധ്യമായിട്ട് പാടുന്നവരാണ്. അതെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കോമ്പറ്റീഷൻ മുറുകുന്തോറും എല്ലാവരും അപ്പുറത്തുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ഗംഭീരമായിട്ട് പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയ തെറ്റുകൾ പോലും സംഭവിക്കരുത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് കെയർഫുൾ ആവണം എന്നുള്ളതാണ് ഈ ഒരു ഡേഞ്ചർ സോണിൻ്റെ ഒരു മീനിങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ മെഗാ ഫൈനലിൽ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഓൾറെഡി വിൻ ചെയ്തു എന്നാണ് അർത്ഥം. ഇന്ന് നിങ്ങളെല്ലാവരും നന്നായിട്ട് പാടി. പക്ഷേ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? അപ്പം മത്സരം മുറുകിക്കൊണ്ടിരിക്കുകയാണെന്ന് മഞ്ജരിയും പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിനി ഫൈനലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി നന്നായി വരികയാണ് വേണ്ടത്. ഇന്നത്തെ ഭാഗ്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുമോ എന്ന് നമുക്ക് നോക്കാം. കനിക, എല്ലാവിധ ടെക്നിക്കൽ ഇൻപുട്സ് അവർ തന്നിട്ടുണ്ട്. ഡോണ്ട് ലൂസ് യുവർ സ്മൈൽ, ഫുൾ കോൺഫിഡൻസ്, ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട്. 3 പേര് അസാധ്യ സിംഗേഴ്സാണ്. 3 പേരും ഗംഭീരമായിട്ട് പാടുന്നു, എനിക്ക് ഉറപ്പുണ്ട്. ഗംഭീരമായിട്ട് പാടും മക്കളെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു ചേച്ചി. ചക്രവർത്തിനി നിനക്കു ഞാനെന്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാദയായകത്തു വരൂ. Very good, very good. Very good.
കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും. കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും. കടൽ തീരമൊഴിയുമ്പോൾ വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും, അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. നൈസ് നൈസ്. അല്ല ഭയങ്കര ഒരു ജീവിത സത്യങ്ങൾ കേട്ട് അർത്ഥമുള്ള വരികൾ. ശരിക്കും ഭയങ്കര പെയിൻഫുൾ ലൈൻസ് ആണ്, സത്യമായിട്ടുള്ള വരികളാണ്. അത് കേൾക്കുമ്പോൾ ഒരു നന്നായിട്ട് പാടി മോളെ. താങ്ക് യു. കണ്ണനെന്നു പേര് രേവതി നാള് ഉയരങ്ങളിൽ ഉയരാൻ ഒരു രാജയോഗം.
ആതിര, അൽക്ക, അമൃത, നിങ്ങൾ 3 പേരുമാണ് ഈ ആഴ്ച ഡേഞ്ചർ സോണിലെത്തിയ ആൾക്കാര്. നിങ്ങളുടെ 3 പേരുടെയും ഈ എലിമിനേഷൻ സമയത്തെ അവസരം കഴിഞ്ഞിരിക്കുകയാണ്. 3 പേരും പാട്ടുപാടി. 3 പേര് നന്നായി പാടിയോ? മൊത്തൊന്നും തെളിച്ചം കാണുന്നില്ലല്ലോ നിങ്ങളുടെ 3 പേരും നന്നായിട്ട് പാടി. ഓക്കെ, അപ്പൊ എന്തായാലും 3 പേരും അധികം വിട്ടൊന്നും പറയുന്നില്ല. 3 പേരുടെ മുഖത്ത് ഒരു ചെറിയ ടെൻഷൻ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഒരാളോ രണ്ടാളൊക്കെയാണ് എലിമിനേഷനിൽ വന്നിരുന്നത്. പക്ഷെ ഈ ഒരു വീക്കിൽ 3 പേരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ ആരൊക്കെ ഇവിടെ തുടരും, ആരൊക്കെ ഇവിടെ നിന്ന് താൽക്കാലികമായി വിട പറയൂ എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പ് പറയാം, നിങ്ങൾ 3 പേരും ഇവിടെ തുടരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ നിങ്ങൾ പാടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജഡ്ജസ് മാർക്കുകൾ ഇട്ടിട്ടുണ്ട്. ആ മാർക്കുകൾ വെച്ച് കൂട്ടുമ്പോൾ ശരാശരി വെച്ച് നോക്കിയിട്ടാണ് നിങ്ങളിൽ ആരൊക്കെ ഇവിടെ തുടരും, ആരൊക്കെയാണ് ഇവിടെ നിന്ന് വിട പറയുക. ചിലപ്പോൾ 3 പേരും ഇവിടെ സേഫ് ആകാം, ചിലപ്പോൾ 3 പേരും ഇവിടെ നിന്ന് ഔട്ടാകാം, എന്തും സംഭവിക്കാം. അപ്പൊ എന്തും നേരിടാൻ തയ്യാറാണല്ലോ? തയ്യാറാണ് ജഡ്ജസ്. അപ്പോ ഇവരുടെ 3 പേരുടെയും പാട്ടിനെ കുറിച്ച് മനസ്സിലാട്ടാ പറഞ്ഞോളൂ. 3 പേരും നന്നായിട്ട് പാടാൻ ശ്രമിച്ചു. ചെറിയ ചെറിയ പോരായ്മകൾ എല്ലാവർക്കും ഉണ്ട്. അൺപ്ലഗ്ഡ് ആണല്ലോ പാടുന്നത്. അങ്ങനെ പാടുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം. ബാക്കി മാർക്കുകൾ എന്താണെന്ന് നോക്കാം, അത് കഥ പറയും. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ പാട്ടിന് എത്ര വോട്ടുകൾ നൽകിയിട്ടുണ്ടെന്ന് അറിയാനാണ്. അപ്പോൾ നിങ്ങൾ 3 പേരും ഇവിടെ നിൽക്കുവാണ്. 9 മ്യൂസിക്കൽ വോയിസ് ആണ് അവിടെ സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ അവരുടെ വോട്ടിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആതിരയാണ് ആദ്യം പാടിയ ആള്. ആതിരയ്ക്ക് വേണ്ടി നിങ്ങളിൽ എത്ര പേർ വോട്ട് ചെയ്തു? 1, 2, 3 വോട്ടുകളാണ് ആതിരയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി അലക്കയ്ക്ക് വേണ്ടി എത്ര പേര് വോട്ട് ചെയ്തു? 3 പേരാണ് അലക്കയ്ക്കും വോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അമൃതയ്ക്ക് വേണ്ടി എന്തായാലും സുഹൃത്തുക്കൾ 3 വോട്ടുകൾ വീതം നൽകി. നിങ്ങൾ 3 പേരും തുല്യ ശക്തികളാണെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ആ വോട്ടുകളൊന്നും നിങ്ങളുടെ നിലനിൽപ്പിന് ഉപകാരപ്പെടില്ല. കാരണം നിങ്ങൾ പാടിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിങ്ങൾ ഇവിടെ സേഫ് ആകുമോ അല്ലയോ എന്നൊക്കെ നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പൊ ആരുടെ റിസൾട്ടാണ് ആദ്യം പറയേണ്ടത്? എനിക്ക് നിങ്ങളുടെ 3 പേരുടെയും മുഖത്ത് നോക്കാൻ തന്നെ പേടിയാവുന്നു. റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് റിയാക്ഷൻ എങ്കിൽ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കാരണം കുറച്ച് പ്രശ്നമുള്ള റിസൾട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോ ആദ്യം പാടിയത് ആതിരയാണ്. അപ്പൊ നമുക്ക് ആതിരയുടെ റിസൾട്ടിൽ നിന്ന് തുടങ്ങാം അല്ലേ? ആതിര നല്ല ഉഷാറുള്ള, നല്ല കോൺഫിഡന്റ് ആയിട്ട് പാട്ടുകൾ പാടുന്ന അല്ലെ? എനിക്ക് തോന്നുന്നു ആതിരയുടെ പെർഫോമൻസ് സമയത്ത് ആശ ചേച്ചി തന്നെ പറഞ്ഞു, കൂട്ടത്തിലെ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് പാടാൻ വരുന്ന ആളും എന്തു ചോദിച്ചാലും അതിന് ഉത്തരം പറയുന്ന ഒരാളാണ് ആതിര. ആതിരയെ ഈ ഒരു എലിമിനേഷൻ സ്റ്റേജിൽ കാണുന്നതിൽ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ ദുഃഖമുണ്ട്. എങ്കിലും കിട്ടിയ അവസരത്തിൽ ആതിര പാടി. ആ പാട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട്. ആതിരയുടെ റിസൾട്ട് പറയട്ടെ. കുറച്ച് പ്രശ്നമായിട്ടുള്ള ഒരു റിസൾട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊന്നും എനിക്ക് തോന്നുന്നു ആദ്യത്തെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ തുടങ്ങിയ ആദ്യ ആഴ്ചകളിലാണ് എലിമിനേഷൻ നടന്നത്. 14 പേര് വെച്ച് തുടങ്ങി. 2 പേരാണ് ഈ ഷോയിൽ നിന്ന് താൽക്കാലികമായിട്ട് വിട പറഞ്ഞിരുന്നത്. 12 പേര് കുറച്ച് നാളുകളായിട്ട് നമ്മളിങ്ങനെ തുടരുകയായിരുന്നു. പക്ഷെ ഇന്ന് ചെറിയ പ്രശ്നമാണ്. ആതിര ഈ ഒരു എലിമിനേഷൻ സ്റ്റേജിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇന്നത്തെ പെർഫോമൻസിൽ എനിക്കൊരു ത്രോട്ടിന് കുറച്ചൊരു സ്ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. പാടി തുടങ്ങിയപ്പോഴാണ് അത് വന്നത്. അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം എൻ്റേതായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എലിമിനേഷനിൽ വന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ആതിരയുടെ ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം തന്നെയാണ് ആതിര എലിമിനേഷനിൽ പാടിയതും. അപ്പോൾ നമ്മൾ ദിവസത്തിനെ മാറ്റി നിർത്തുമ്പോൾ ആ ദിവസത്തിൽ പാടിയ എല്ലാ പാട്ടുകളെയും ബാധിക്കില്ലേ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഇന്നത്തെ ആ ഒരു റൗണ്ട്, ആ ഒരു സമയം എനിക്കുള്ളതായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇത് ഞാൻ മാക്സിമം പറ്റുന്നതുപോലെ പാടിയിട്ടുണ്ട്, ഫീൽ ചെയ്ത് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡൊക്കെ ജഡ്ജസ് തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ
നമുക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ ഇങ്ങനെ കോൺഫിഡൻ്റ് ഇല്ലാതെ പേടിച്ച് ഇങ്ങനെ മറുപടി പറയുന്നത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. പക്ഷേ നമുക്കറിയാം ഇതൊരു ഫിനാലെ വേദിയാണ്. നമ്മൾ ഒരുപാട് കടമ്പകൾ താണ്ടിയാണ് ഇവിടെ എത്തിയത്. ഇനി കുറച്ച് ദൂരം കൂടിയേ നമുക്ക് യാത്ര ചെയ്യാനുള്ളൂ നമ്മുടെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ഷോയ്ക്ക്. അപ്പോൾ എലിമിനേഷൻ ഇവിടെ അനിവാര്യമാണ്. കാരണം നിങ്ങൾ 12 പേരുണ്ട്. 12 പേരിൽ ആരൊക്കെയാണ് ഇനിയുള്ള യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എന്തായാലും ആതിരയുടെ റിസൾട്ട് പറയാനുള്ള സമയമാണ്. ജഡ്ജസ്, ആതിരയുടെ റിസൾട്ട് പറയാം അല്ലേ? പറഞ്ഞോളൂ. ആതിര 3 വോട്ടുകൾ ലഭിച്ചു. ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് പാടാൻ പറ്റുന്ന പാട്ടാണ് പാടിയത്. അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് റിസൾട്ട് പറയട്ടെ. അതുകൊണ്ട് ആതിര 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 യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. ആതിരയെ എലിമിനേഷൻ സ്റ്റേജിൽ ഇങ്ങനെ കാണേണ്ടി വന്നതിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ട്. അപ്പൊ ഈ ഒരു പരിസരത്ത് ഇനി വരരുത്. ഓക്കെ, എന്തായാലും സേഫ് ആയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തില്ലല്ലോ നമ്മൾ. ഓക്കെ, അപ്പൊ എന്തായാലും ഓടിപ്പോക്കുള്ളൂ ആ സേഫിൽ അവരുടെ കൂടെ. ഇവർക്കൊരു ഓൾ ദി ബെസ്റ്റ് കൊടുത്ത് പൊക്കോളൂ. അൽക്ക ഇവിടെ നിന്ന് എലിമിനേറ്റ് ആയി പോയി കഴിഞ്ഞാൽ അൽക്ക വിഷമിക്കില്ലല്ലോ? ഇല്ല. ഇതുവരെയുള്ള യാത്രയിൽ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഇനിയും നമ്മുടെ ഈ ഒരു യാത്രയിൽ കൂടെ തന്നെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അമൃതയോ? ഞാനുണ്ടാവും. എന്തായാലും ഈ ഒരു യാത്ര ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നൽകിയിട്ടുള്ള ഒരു ഷോയാണ് അല്ലേ? ഈ ഒരു വേദി മറക്കാൻ പറ്റുമോ ജീവിതത്തിൽ ഇനി? അൽക്കോ? ഇല്ല. പറ്റില്ല. ഞങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ റിസൾട്ട് പറയട്ടെ. എന്തായാലും 2 പേർക്കും 3 വോട്ടുകൾ വീതമാണ് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ 3 പേരാണ് ഇന്ന് ഡേഞ്ചർ സോണിൽ എത്തിയത്. അതിൽ ഒരാൾ സേഫ് ആയിട്ടുണ്ട്. ഇനി റിസൾട്ട് അറിയാൻ ബാക്കിയുള്ളത് നിങ്ങളുടെ 2 പേരുടെയാണ്. അപ്പൊ ആരുടെ റിസൾട്ടാണ് ആദ്യം അറിയേണ്ടത്? ശരി, ഇന്ന് ഞാനൊരു സംഭവം ഇവിടെ പറയാൻ പോവുകയാണ്. നിങ്ങൾ 2 പേരിൽ ചിലപ്പോൾ 2 പേർ പുറത്താകാം, ചിലപ്പോൾ ഒരാൾ പുറത്താകാം, അല്ലെങ്കിൽ 2 പേരും സേഫ് ആകാം. ആ മൂന്നാമത് പറഞ്ഞത് ശരിയാകണേ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. നിങ്ങൾ 2 പേരും ഞങ്ങളുടെ കൂടെ തന്നെ വേണമെന്നാണ് ആഗ്രഹം. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ റിസൾട്ട് കുറച്ച് പ്രശ്നമാണ്. ഇനി അധികം സമയം കളയുന്നില്ല, എത്രയും പെട്ടെന്ന് റിസൾട്ട് പറയുകയാണ്. എനിക്ക് നിങ്ങൾ 2 പേരുടെ മുഖത്ത് നോക്കി എനിക്ക് ടെൻഷനായി തുടങ്ങി. എന്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ നേരിടും. ജീവിതത്തിൽ എത്ര കാര്യങ്ങൾ നേരിട്ടെത്തിയ ആൾക്കാരാ. അപ്പൊ ജഡ്ജസ്, അമൃതയുടെയും അൽക്കയുടെയും റിസൾട്ട് പറയാനുള്ള സമയമാണ്. ഞാൻ പറയട്ടെ? തീർച്ചയായും. ഇനി കുറച്ച് ഞെട്ടലുള്ള ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ 2 പേരിൽ ഒരാൾ മാത്രമാണ് ഇവിടെ സേഫ് ആവുക. ഒരാൾ ഈ ഷോയിൽ നിന്ന് ഇന്ന് വിട പറയും. അത് അൽക്കയാകാം, അമൃതയാകാം. ആരുടെ റിസൾട്ടാണ് ആദ്യം പറയേണ്ടത്? അൽക്കയുടെ പറയട്ടെ. അൽക്കയാണ് കൂട്ടത്തിലെ കുട്ടി അല്ലേ? അൽക്ക ഒരു കുട്ടിയുടെ അമ്മയാണെങ്കിലും നമുക്കൊക്കെ അൽക്കയും ഒരു കുട്ടിയായിട്ടാണ് കാണാൻ ആഗ്രഹം. തീർച്ചയായിട്ടും അൽക്ക അത്ര ജെന്യുവൻ ആണ്. നമുക്ക് എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ്. അൽക്ക ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത് അല്ലേ? അൽക്ക റിസൾട്ട് പറയട്ടെ. അൽക്ക, ഐ എം സോറി, യു ആർ ഔട്ട്.
എന്താണ് അൽക്കയ്ക്ക് ഞങ്ങളോട് പറയാനുള്ളത്? ഇവിടെ വരെ എത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഞാൻ ഇതുവരെ റിയാലിറ്റി ഷോസിലൊന്നും പങ്കെടുത്തിട്ടില്ല, ഓഡീഷന് പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ആ ഒരു എൻ്റെ ചാപ്റ്ററിൽ ചാപ്റ്റർ 5 ഞാൻ സെക്കൻഡ് റണ്ണറപ്പായി. പിന്നെ ഇപ്പോൾ ഇവിടെ വരെ എത്തി. വളരെയധികം സന്തോഷം. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അപ്പോൾ അതൊക്കെ ഇപ്പൊ പാടിയത് നല്ല ഫീൽ ഉണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. അതുകൊണ്ടാണ് ആശയുടെ കണ്ണ് നിറഞ്ഞത്. ഞങ്ങൾക്കും നന്നായിട്ട് അത് ഫീൽ ചെയ്തു. അൽക്ക പാടിയത്, പക്ഷേ ശബ്ദത്തിൻ്റെ ആ വയ്യായിക ആണ് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം. ഇതിപ്പോൾ ഈ ഡേഞ്ചർ സോണിലല്ലാതെ വേറെ എപ്പോഴെങ്കിലും ശബ്ദം നന്നായിട്ടിരിക്കുമ്പോൾ ഈ പാട്ട് പാടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ അസലായിട്ട് അൽക്കയ്ക്ക് പാടാൻ പറ്റുമായിരുന്നു. ആദ്യമായിട്ടൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ട് ഇവിടം വരെ എത്തി എന്ന് പറയുന്നത് അതിനൊരു വിജയമാണ് ആൽക്കയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ ഇനിയും ജീവിതത്തിൽ ഇഷ്ടംപോലെ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ നിന്ന് പരിപൂർണമായിട്ടും പോവല്ല, ഇവിടെ വന്ന് പാടുന്ന, അതായത് ഇവിടുത്തെ കണ്ടസ്റ്റൻസ് ആരും ഇവിടെ നിന്ന് പോകുന്നില്ല, തിരിച്ചിവിടെ തന്നെ വരും. ഓക്കെ, ഇവിടത്തെ ഒരു മെമ്പറായി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു അൽക്ക. മഞ്ജരി, അൽക്ക എന്തോ അൽക്ക ഈ ഒരു ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ, ആ പാട്ട് ശരിക്കും അർത്ഥവത്തായ ഒരു പാട്ടാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അനുഭവിക്കുന്നൊരു പാട്ടാണത്. മനോഹരമായിട്ട് അൽക്കയുടെ ഒരു പ്രായത്തിൽ ആ പാട്ട് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും എന്ന് എനിക്കറിയില്ല. പക്ഷേ അൽക്ക അത് മനോഹരമായിട്ടാണ് പാടിയത്. എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ഗോഡ് ബ്ലെസ് യു അൽക്ക. അൽക്ക, എന്തോ എനിക്ക് 2 കാര്യത്തിലാണ് മോളോട് ബഹുമാനമുള്ളത്. സ്നേഹമല്ല, അതിൽ എത്രയോ മുകളിലാണ് ബഹുമാനം. ഒന്ന് മോളുടെ സംഗീതം, ഒന്ന് മോളുടെ നിഷ്കളങ്കത. എല്ലാവർക്കും ഉള്ള കാര്യമല്ലത്. വളരെ ചെറുപ്പത്തിലെ തന്നെ ഭാര്യയായി, ഒരു കുഞ്ഞുവാവയുടെ അമ്മയായി. അത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഒരു കുഞ്ഞുവാവയുടെ അമ്മ എന്ന് പറഞ്ഞാൽ. അത് എത്ര കുട്ടിക്കളി ഉണ്ടെന്ന് പറഞ്ഞാലും അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളോടൊപ്പം സംഗീതം കൊണ്ടുപോകുന്ന മോളെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഒരുപാട് വേദികളിൽ അൽക്ക പാടുന്നത് ഞാനിങ്ങനെ കേൾക്കാനും കാണാനും എനിക്ക് സാധിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. എ ബിഗ് ക്ലാപ്പ് ടു യു. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ലവ് യു ചക്കര ഉമ്മ. കനിക. ஹாய் அல்கா. ஹாய் மேம். ஐ ஆல்ரெடி மிஸ் யூ. ஃபஸ்ட்டு ஸ்டேஜில் தான் உங்களை பார்த்துருக்கேன். அல்கா சொன்னதுக்கப்புறம் தான் எனக்கு தெரிஞ்சது திஸ் இஸ் யுவர் டெபியூ அட்டெம்ப்ட் திஸ் ஷோ. பட் பிரில்லியன்ட் ஆட்டிடியூட், wonderful confidence, நல்ல வாய்ஸ். திஸ் இஸ் நாட் தி எண்ட், திஸ் இஸ் த பிகினிங். இன்னும் நிறைய ஸ்டேஜஸ் ஆர் வெயிட்டிங் ஃபார் யூ. கோ கான்கர் இட். கான்ஃபிடென்ஸோட go. The world is yours. All the best. God bless you, my dear. Thank you, ma'am. അമൃത, അപ്പോൾ അമൃതയുടെ റിസൾട്ട് മനസ്സിലായി കാണുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾ സേഫാണ്, ഒരാൾ എലിമിനേറ്റ് ആണ്. അപ്പോൾ ഒരാൾ എലിമിനേറ്റ് ആയ സ്ഥിതിക്ക് അമൃത യു ആർ പറഞ്ഞോ യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ അമൃത ഓടിപ്പോയി അവിടെ ഇരുന്നോളൂ. നമുക്ക് ഇനി ഈ ഒരു പരിസരം വേണ്ട കേട്ടോ. ഇത് ഭയങ്കര ഇമോഷണലി ഡാമേജ് ചെയ്യുന്നു നമ്മളെയൊക്കെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത റൗണ്ടിൽ നന്നായി പാട്ട് പഠിക്കുക, അടിച്ചു പൊളിക്കുക. ഓക്കെ ഓക്കെ. അൽക്ക, ചാപ്റ്റർ 5 കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഷോ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. ഒരു പുതിയ അവസരം വന്നു അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു ഷോയിൽ നിന്ന് ഇപ്പൊ താൽക്കാലികമായിട്ട് വിട പറയുന്നു എന്നേ ഉള്ളൂ. ഇനിയും അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അൽക്കെ ഈ വേദിയിൽ തന്നെ ഞങ്ങൾക്ക് ഇനിയും കാണണം, കണ്ടുകൊണ്ടേയിരിക്കണം. ഈ വേദിയിൽ മാത്രമല്ല, ഒരുപാട് വേദികളിൽ ഉറപ്പായിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അൽക്കയ്ക്ക് സർട്ടിഫിക്കറ്റും ഒപ്പം തന്നെ മൊമെന്റും ഉണ്ട്. അത് നൽകാനായി ജഡ്ജസിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അൽക്കയ്ക്ക് മൊമെന്റേയും സർട്ടിഫിക്കറ്റ് ഉണ്ട്. മൊമെന്റ് നൽകാനായി കനിഹെ ഞാൻ ഒപ്പം തന്നെ ഈ സർട്ടിഫിക്കറ്റ് നൽകാനായി
മധുചേട്ടനെയും മഞ്ജിരയും ആശയേച്ചിയും ഒരുമിച്ച് ക്ഷണിക്കുന്നു. അപ്പൊ അൽക്ക, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. അപ്പൊ എന്തായാലും ഭാവിയിൽ വലിയ വലിയ ഉയരങ്ങൾ താണ്ടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. മുന്നിലുള്ളത് കരവല്ല, പാട്ടിനോ പതിരില്ല, താരത്തിളക്കത്തിൽ പാറി പറന്ന മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ ഈ ആഴ്ചയിലെ എലിമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു മ്യൂസിക്കൽ വൈഫാണ് ഇവിടെ നിന്ന് ഇപ്പോ വിട പറഞ്ഞിട്ടുള്ളത്. ബാക്കി 11 പേർ ഇവിടെ സേഫ് ആയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ആ ഒരു എലിമിനേഷൻ കഴിഞ്ഞതിന്റെ ഒരു ചെറിയ ദുഃഖത്തിലാണ്. പക്ഷേ ഇനിയൊരു വലിയ സന്തോഷത്തിന്റെ ചടങ്ങ് ഇവിടെ ബാക്കിയുണ്ട്. എന്താണ്? ഗോൾഡൻ ചെയർ. കാരണം ഇന്നത്തെ ദിവസം 2 പേർക്കാണ് ഗോൾഡൻ ബസർ നേടാൻ സാധിച്ചിട്ടുള്ളത്. അവരിൽ ആരായിരിക്കും ഗോൾഡൻ ചെയറിൽ ഇരിക്കുന്നത് എന്നറിയാൻ നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ഗോൾഡൻ ബസർ നേടിയ മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് ശ്രുതി എസ് ബാബുവും നിഖിലയുമാണ്. അപ്പോ നിങ്ങളിൽ ആരായിരിക്കും ആ ഗോൾഡൻ ചെയറിൽ ഇരിക്കുന്നത് എന്നറിയാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യൂ. 5 4 3 2 1 And the golden chair goes to Shruti S. Babu. കഴിഞ്ഞ 5 ഗോൾഡൻ ബസറുകൾക്ക് ശേഷം ശ്രുതി നേടിയെടുത്തിരിക്കുന്നു ഗോൾഡൻ ചെയർ. ശ്രുതി, അപ്പൊ എന്തായാലും ശ്രീഷ്മ ആ കിരീടവും ആ ചെയറും ഒഴിഞ്ഞു കൊടുക്കാനുള്ള സമയമാണ്. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉള്ളതാണ്, കനിക. അപ്പോ ഇന്നത്തെ കിരീടം നമ്മുടെ ശ്രുതി എസ് ബാബുവിനെ ധരിപ്പിക്കേണ്ടത് കനികയാണ്. പ്ലീസ്. ശ്രുതിയോടൊപ്പം തന്നെ നിഖിലയും നല്ല വാശിയേറിയ പോരാട്ടമായിരുന്നു നടത്തിയത്. ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ആ ചെയർ നമുക്ക് നഷ്ടപ്പെട്ടത്. ആ നഷ്ടം നമ്മൾ അടുത്ത ആഴ്ച നികത്തും. ആ വാക്ക് കിട്ടിയില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഗോൾഡൻ ചെയർ നേടിയെടുത്ത ശ്രുതി എസ് ബാബുവിന് ഹാപ്പി ജാംസ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്, വേണ്ടേ? ശ്രുതി ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ അടുത്ത ആഴ്ച ഈ ചെയർ നിലനിർത്തുക എന്നുള്ളതാണ്. നിഖില, ആ ചെയർ തട്ടിയെടുക്കുക എന്നുള്ളതാണ് നിഖിലയുടെ കടമ, ബാക്കി എല്ലാവരുടെയും. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ജഡ്ജസ്. അങ്ങനെതാ നമ്മുടെ ഈ ആഴ്ചയിലെയും എപ്പിസോഡ് കഴിയുകയാണ്. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിലെ 9th വീക്ക് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നല്ല വാശിയേറിയ പോരാട്ടമാണ് ശരിക്കും ഇവിടെ നടന്നത്. 11 പേരാണ് അടുത്ത ആഴ്ചയിലോട്ട് സേഫ് ആയിട്ടുള്ളത്. കനിക, എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്? മൈ ഹാർട്ട് ഇസ് ഫുൾ. ഇതിന് മേളിൽ എനിക്ക് പറയാൻ വാർത്തകളേ ഇല്ല. ഉഗ്രം ജഡ്ജസ്, ഉഗ്രം കോമ്പയർ ആൻഡ് ഉഗ്രം കണ്ടസ്റ്റൻസ്. ഇതിന് മേലെ എനിക്ക് എന്നെ വേണം. മൈ ഹാർട്ട് ഇസ് ഫുൾ. നല്ല ഒരു എപ്പിസോഡായിരുന്നു എനിക്ക്. ഐ എൻജോയ് ഇറ്റ്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം അല്ലേ? തീർച്ചയായിട്ടും. ഇത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് ഹാപ്പി ജാം സോസസ് പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ സ്പെഷ്യൽ പാർട്ണർ അമൃതവേണി ഹെയർ എലിക്സർ പവർഡ് ബൈ MCR പ്യുവർ കോട്ടൺ ക്ലബ്. ബൈ. ഗുഡ് നൈറ്റ്. Good night, sweet dreams.